പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രേക്ഷകർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. ഇന്നൊരു നല്ലൊരു ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചയും പോലെ തന്നെ അല്ലേ? ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് വൈകുന്നേരങ്ങളാകുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. കാരണം അടുത്ത ദിവസം തിങ്കളാഴ്ചയാണല്ലോ എന്ന്. ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം തിങ്കളാഴ്ചയാണെന്ന് തന്നെ പറയാം. പക്ഷേ എന്തായാലും നമുക്കിപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. കാരണം ഇപ്പോൾ നമ്മൾ സ്വർണം ജയിക്കാൻ പോവുകയാണ് പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലൂടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഞായറാഴ്ചകൾ ഇങ്ങനെ ഒരുങ്ങി ലൈവിന് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ നല്ല ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുങ്ങാൻ തന്നെ ഒരു സന്തോഷമാണ്. നമുക്ക് നല്ല കളക്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് തന്നെ ഒരു സന്തോഷം തോന്നത്തില്ല. ഇന്ന് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെ, ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിലെ വിക്ടോറിയൻ കളക്ഷൻസിലെ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ. ഈ മാല ഉണ്ടോ, നെക്ലസ്, ഇറ്റ് ഗോസ് റിയലി വെൽ. എൻ്റെ ഈ ഡ്രസ്സ് ഒരു വളരെ കാഷ്വൽ ഡ്രസ്സാണ്. പക്ഷെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു സെറ്റിലൂടെ മാത്രം ഈ കാഷ്വൽ ഡ്രസ്സിനെ നന്നായിട്ട് ലിഫ്റ്റ് അപ്പ് ചെയ്യും, എലിവേറ്റ് ചെയ്യും. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയൊരു തന്നെ. അതിൻ്റെ കൂടെ നല്ലൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം പ്രഷ്യസ് സ്റ്റോൺസ് ആണ് കേട്ടോ. സി, ഇറ്റ് ഗോസ് റിയലി വെൽ വിത്ത് ദിസ്. ആൻഡ് ഒരു ഡ്രസ്സിൻ്റെ കൂടെ പെർഫെക്റ്റ്ലി മാച്ചിങ്. നമുക്ക് ഒട്ടും ഒരു ഓഡായിട്ട് തോന്നില്ല, നല്ല ഭംഗിയാണ്. നമുക്ക് നെക്ലസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പൊട്ട് കൂടെ വെക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ലുക്ക് സെറ്റായി. സോ ഇറ്റ്സ് റിയലി നൈസ്. ഇതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പോത്തീസ് സ്വർണ്ണമഹലിൽ. നമുക്ക് എന്തിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നത്, ഇപ്പോൾ ജീൻസ് ആൻഡ് ടോപ്പ് ആണ്, അല്ലെങ്കിൽ കാഷ്വൽസ് ആണ്, അല്ലെങ്കിൽ ട്രഡീഷണൽ. ഇപ്പോൾ ഈ നെക്ലസ് ഒരെണ്ണം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ കൂടെ മാത്രമല്ല, നമ്മളൊരു സാരി എടുക്കുകയാണെങ്കിലും നല്ലൊരു പാർട്ടി വെയർ സൽവാർ ഇടുകയാണെങ്കിലും അതിൻ്റെ കൂടെ സിമ്പിൾ ഡ്രസ്സ് ആണെങ്കിൽ അതിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നാൽ നല്ല ഹെവി ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്നതുമാണ്. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്തായാലും ഇതേപോലെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പോത്തീസ് സ്വർണ്ണമഹൽ സ്റ്റോറിലേക്ക് പോവാം. ഇറ്റ്സ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇന്ന് ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയ നെക്ലസ് അല്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത് ആരാണ് നോക്കാം കേട്ടോ. ഹലോ ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പത്മജ. എവിടുന്നാ വിളിക്കണേ പത്മജ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എന്നാണ് അല്ലേ? എന്തൊക്കെയാണ് ചങ്ങനാശ്ശേരിയിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞാട്ടെ. ചങ്ങനാശ്ശേരിയിൽ നല്ല വിശേഷം. ചൂടാണോ, മഴയാണോ, കാറ്റാണോ, മഞ്ഞാണോ? ഇന്ന് നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. പക്ഷെ എപ്പോ വേണമെങ്കിലും മാറാം അല്ലേ? അതാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും സ്വർണം കിട്ടുമോ നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ പത്മജ. നമ്പർ പറയുന്നത് 43. ഇത് ആരാണ് സെലക്ട് ചെയ്തത്? പത്മജയുടെ സെലക്ഷൻ ആണോ, വീട്ടിൽ ആരുടെങ്കിലും സെലക്ഷൻ ആണോ? ഞാൻ തന്നെ പറഞ്ഞതാ. കഷ്ടമായി പോയി, കുറ്റപ്പെടുത്താൻ ആരും ഇല്ലാണ്ടായി പോയല്ലോ. ശരി, അപ്പൊ ഞാൻ 43 തുറക്കാം. ഇനി അടുത്ത് സ്വർണ്ണം എങ്ങാനും ഉണ്ടെങ്കിലോ നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ പത്മജ, 43 സ്വർണ്ണം ഇല്ല. സാരമില്ല, ഞാൻ വിളിച്ച് 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. എന്നാലും 4ാമത്തെ പ്രാവശ്യം കിട്ടുന്നോട് നഷ്ടമില്ലല്ലോ. സാരമില്ല പത്മജ. അപ്പൊ ഒന്നുകൂടെ വിളിക്കൂ കേട്ടോ, അടുത്ത പ്രാവശ്യം വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ശരിക്കും പറഞ്ഞ് ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയ കുറച്ച് ദിവസങ്ങളായിരുന്നു അല്ലേ? നവരാത്രിയുടെ 10 ദിവസത്തെ ഉത്സവവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിദ്യാരംഭമൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കുരുന്നുകളെയൊക്കെ എഴുത്തിനിരുത്തിയ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ. ഇനി ദീപാവലി ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്. ഓ മൈ ഗോഡ്, എന്തെല്ലാമാണ് അല്ലേ? ശരി, നമ്മുടെ അടുത്ത കോളാറ് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഞാനൊരു നമ്പർ പറയാൻ വേണ്ട, നല്ല നമ്പർ ആയിക്കോട്ടാ. നല്ല നമ്പർ ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. 60. ഈശ്വരന്മാരെ, 60-നുള്ളിൽ സ്വർണ്ണം ഉണ്ടാവണേ. പേരൊന്ന് പറയോ? രവി.
ശ്രീനി. എറണാകുളം ജില്ലയിൽ ചെറിയ കുമ്പളങ്ങി കൊച്ചു ഗ്രാമത്തിൽ നിന്ന്. ആഹാ അത് ശരി. ഓക്കെ, അപ്പൊ 60 ഞാൻ തുറക്കാൻ പോവാണേ. നോക്കിക്കോ. എല്ലാ ദൈവങ്ങളെയും നമുക്ക് വിളിക്കാം. ദൈവവിശ്വാസം ഉണ്ടോ നോക്കാം. 60 തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. അയ്യോ ഞാൻ അടച്ചു. സ്വർണ്ണ. അയ്യോ സാരില്ല. ഇനിയും വിളിക്കണേ. ശരി, ഓക്കെ, ബൈ. ഇപ്പൊ നമ്മുടെ കോൾസ് ഒക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് ഒരു കുടുംബം പോലെയാണ്. ഇനി ഞാൻ വിളിക്കുവേ, ആ നമ്പർ നല്ലോണം നോക്കിയേ. ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ അത്രയും നമ്മള് എല്ലാ ഞായറാഴ്ചയും വന്ന് നമ്മുടെ സ്വന്തം പോലെയാണ് സ്വർണ്ണവർഷത്തിന്റെ കുടുംബം. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇനി വിളിക്കാം കേട്ടോ. ശ്രീനി എന്നാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞത്. ഇനി വിളിക്കും കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പുഷ്പകുമാരി. എവിടുന്നാ വിളിക്കണേ കൃഷ്ണകുമാരി? മുൻപ് വിളിച്ചിട്ടുണ്ടോ? എനിക്കറിയാം, പക്ഷെ എവിടുന്നാ വിളിക്കണേ ഞാൻ മറന്നുപോയി. കണിയാപുരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല അല്ലെ? അങ്ങനെയൊക്കെ പോകുന്നു. നമ്മൾ സംസാരിച്ചിട്ട് കുറച്ചായി തോന്നുന്നു ഇപ്പൊ അല്ലെ? അതാണ്. ഓക്കെ. പിന്നെ കിട്ടാറില്ല, എനിക്ക് ബെല്ല് പോകും പക്ഷെ കിട്ടുന്നില്ല. അതിപ്പോ എന്താ അറിയോ, ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഫോണിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ഇഷ്ടംപോലെ കോൾസ് പല ഭാഗത്തുനിന്ന് വരുമ്പം ചില കോൾസ് സ്റ്റക്ക് ആവും. നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ജാം ആയി പോകുന്നതാണ്. ഓക്കെ, രണ്ട് പ്രാവശ്യം അവിടെ എടുത്തു പക്ഷെ മറുപടി കിട്ടിയില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവും. അതിങ്ങനെയാണ്. അതെല്ലേ? ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ പറയൂ. നമ്പർ 56. ശരി, അപ്പൊ നമ്മുടെ കൃഷ്ണകുമാരി അമ്മയ്ക്ക് 56. ഓക്കെ, 56ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കട്ടെ. തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ ചേച്ചി, സ്വർണ്ണം ഇല്ല. അയ്യോ കഷ്ടായില്ലോ. അത് സാരില്ല എന്ന് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലേ അല്ലേ? അതാണ്. തിരുവനന്തപുരത്തേക്ക് എപ്പോഴെങ്കിലും വരുമ്പോ നമ്മുടെ സ്റ്റുഡിയോയിലേക്കൊക്കെ വരൂ കേട്ടോ. ശരി, അപ്പൊ ബൈ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിച്ചത് കൃഷ്ണകുമാരിയാണ്. ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. സാരില്ലേ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. നമ്മുടെ അടുത്ത കോളർ ഇങ്ങനെ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നവരാത്രിക്ക് 10 ദിവസം ഇപ്പം കുറേ എനിക്ക് തോന്നുന്നു ഈ ഗോലു ബൊമ്മ വെക്കുന്ന ഇതുണ്ടല്ലോ, ഗോലു വെക്കുക എന്ന് പറയില്ലേ നമ്മുടെ നവരാത്രി പ്രമാണിച്ച്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ അത്രയും പോപ്പുലർ അല്ലായിരുന്നു പണ്ട്. കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് ഇത് പോപ്പുലർ. പക്ഷെ എനിക്ക് ഇത്തവണത്തെ നവരാത്രിക്ക് ഒരുപാട് പേര്, എൻ്റെ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് പേര് ഗോലു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാട്ടോ അതിൻ്റെ വിശേഷം. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? താങ്ക് യു. ഞാൻ രേണുവാണ്, ആലപ്പുഴന്ന്. ഹായ് രേണു. വേണുഗോപാൽ വിളിക്കാറുണ്ട്. ഓക്കെ. ഇന്ന് നമുക്ക് എല്ലാം സ്ഥിരം വിളിക്കുന്ന നമ്മുടെ കക്ഷികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സ്ഥലം ആലപ്പുഴ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നവരാത്രിയൊക്കെ? നവരാത്രിയൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഹൈദരാബാദിലായിരുന്നു. ഇപ്പൊ മോന് ഇവിടെ കുസാറ്റില് ബിടെക്കിന് ചേർത്തു. അത് ശരി. ഇപ്പൊ കുറച്ചാളായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. അത് ശരി. ഓക്കെ. അപ്പൊ ഹൈദരാബാദിൽ എങ്ങനെയാണ് ഈ നവരാത്രിയൊക്കെ? നമ്മുടെ ഇതുപോലെയാണോ? അതെ, ദസറ ഒക്കെ അവിടെ ഭയങ്കര. ദസറയൊക്കെ ഭയങ്കര ആഘോഷമാണ് അല്ലേ അവിടെ? അതാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്പർ പറഞ്ഞോളൂ. ഏത് നമ്പറാ എടുക്കണ്ടേ? നമ്പർ 36. ഓക്കെ, 36ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ കേട്ടോ. 36. അയ്യോ സ്വർണ്ണ ഇല്ല. എന്താ ചെയ്യാ? സാരില്ല. എന്നെത്തിയ ഹൈദരാബാദിന്ന്? ഞങ്ങൾ ആക്ച്വലി അഡ്മിഷന്റെ സമയത്ത് എത്തിയാണ്, ജൂലൈയില്. അത് ശരി. ശരി. അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കോ. നമുക്ക് ഇനി സ്വർണത്തിന് വേണ്ടി നമ്മുടെ പരിശ്രമം മുടക്കണ്ട. വളരെ സന്തോഷം കേട്ടപ്പോ. സാറില്ല, വിളിച്ചുകൊണ്ടിരിക്കൂ, കിട്ടും കേട്ടോ. താങ്ക് യു, ബൈ. ശരിക്കും നമുക്കിത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയോ? അമ്മയ്ക്കും അച്ഛനൊക്കെ 4-5 എണ്ണം കിട്ടിയിരുന്നെന്ന്. 4-5 മിഠായി അല്ല, സ്വർണത്തിൻ്റെ കാര്യമാണ് ഈ പറയണേ. അപ്പം ഇത്രയും പേര് നമുക്ക് എന്താ പറയുക സന്തോഷിപ്പിക്കാൻ സാധിച്ചല്ലോ അല്ലേ? നമുക്ക് വെറുതെ ആണെങ്കിൽ പോലും 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ എവിടെയെങ്കിലും കിടന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഇതൊരു സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ? അപ്പോൾ സ്വർണ്ണ നാണയം കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ.
ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ജയചന്ദ്രൻ, പാലക്കാട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ജയചന്ദ്രൻ? നത്തിങ് സ്പെഷ്യൽ. നത്തിങ് സ്പെഷ്യൽ. പാലക്കാട് എങ്ങനെയാ? ചൂട് നല്ല കുതിച്ചു നിൽക്കുകയാണോ? മഴയുണ്ടോ? വല്ലാതെ ചൂടൊന്നുമില്ല, അത് ഒരു മിതമായിട്ട്. അപ്പൊ നല്ല നല്ല വെതർ ആണ് അല്ലേ? ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 59. 59. ഇന്ന് കൂടുതലും പേര് 50 ആണല്ലോ പറയുന്നേ. എന്താണ് ഈ 50-ന് ഇന്നൊരു പ്രത്യേകത? 59 തുറക്കട്ടെ. ഓക്കെ, തുറക്കട്ടെ. റെഡി? ഓക്കെ. അയ്യോ, സാരില്ല, ഇതൊരു ഗെയിം അല്ലേ അല്ലേ? അതിന് അങ്ങനെ അങ്ങ് കാണുക. അത്രേ ഉള്ളൂ. വീണ്ടും വിളിക്കണം കേട്ടോ. ശരി ശരി, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പം 59-ന്റെ ഉള്ളിലും സ്വർണ്ണമില്ല. അപ്പം നമ്മുടെ 50-കളിൽ 56, 59, 60 ഇത്രയും പോയി കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും ഇത്തവണ ഇങ്ങനെ 50-കൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ 11 തൊട്ട് 20, 21 തൊട്ട് 30 ഇതൊന്നും ആരും മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി അതിനുള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആഹാ, ബേസിലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നമുക്കിപ്പോ ഈ ബേസിൽ, നമ്മുടെ നടനില്ലേ ബേസിൽ, നടൻ ബേസിലിന് ഇപ്പൊ എല്ലാരും ഇങ്ങനെ, ബേസിലിന്റെ ഒരു നമുക്ക് അറിയുന്ന ഒരാളുടെ ഒരു ഇതുണ്ട്, ഒരു റിലേറ്റബിലിറ്റി ഉണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബേസിൽ എന്നുള്ള പേര് കൊടുക്കുക. ബേസിലെ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തുടങ്ങും, തൊട്ടടുത്ത വീട്ടിലെ ആളെ പോലെ. ശരി, അപ്പം എവിടുന്നാ വിളിക്കണേ ബേസിൽ? ആലുവയിൽ നിന്നാണ് അല്ലേ? ശരി. എങ്ങനെയാണ് ബേസിലിന്റെ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഐ മീൻ നടൻ ബേസിലിന്റെ സിനിമകളൊക്കെ കാണാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിന്റെ പേര് ബേസിൽ ശരിയാണ് അല്ലേ? നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ പൃഥ്വിരാജ്, ആ പേരിന് തന്നെ ഒരു ഭയങ്കര ഇതുണ്ട്. ഇപ്പം ബേസിൽ എന്നുള്ള പേരിലൊരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും. അതന്നെ, അഭിമാനം തോന്നുന്നു അല്ലേ? ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ ബേസിൽ. 29. ഓക്കെ, 29-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കാൻ പോവാണേ ബേസിൽ. നോക്കിക്കോളൂ. അയ്യോ, 29-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല ബേസിലേ. സത്യം പറഞ്ഞ ഈ പേരിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയടിച്ചെടുത്ത് പറയും, എന്തിനാ എൻ്റെ പേര് ദീപ എന്ന് വെച്ചത്, എന്തൊരു ഭയങ്കര കോമൺ നെയിമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ബേസിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ അത്ര കോമൺ അല്ല, കുറച്ചും കൂടി ഒരു ക്ലാസി പേരാണ്. പക്ഷെ ദീപ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉള്ള പേരാണ്. അപ്പം ഞാൻ പറയും വേറെ കുറച്ചൊരു വ്യത്യാസമായിട്ടൊരു പേര് വെച്ചുകൂടായിരുന്നോ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒക്കെ നമ്മുടെ അച്ഛനമ്മമാർ തീരുമാനിച്ച കാര്യം അല്ലേ? അതാണ്. ഏത് ദീപ? ശരി, അപ്പോൾ കോതമംഗലം മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ദീപ. അപ്പം എൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയായിരുന്നു കേട്ടോ. കാർത്തികയാണോ രോഹിണിയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ ഒരു വലിയ കഥയാണ്, പിന്നെ പറയാം. പക്ഷെ ഞാനും അമ്മയടുത്ത് പറയാറുണ്ട്, ഒന്നെങ്കിൽ കാർത്തിക അല്ലെങ്കിൽ രോഹിണി എന്ന് വെച്ചാലും കുഴപ്പമില്ലെന്ന് ദീപ. അത് അപ്പോൾ അമ്മ പറഞ്ഞു, അത് ഞങ്ങൾ വിചാരിച്ചു നീ ആൺകുട്ടിയായിരിക്കും എന്ന് വെച്ചാൽ ദീപക്. അപ്പം എൻ്റെ ചേച്ചി ദീപ്തി, ഞാൻ ദീപക്. അപ്പം ദീപക് ആയിരിക്കും എന്ന് വെച്ചാൽ പെണ്ണാന്ന് പറഞ്ഞപ്പോൾ ആ കെ അങ്ങ് വിട്ടുകളഞ്ഞു. അങ്ങനെയാണെന്ന്. ശരി, നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ജോസ്. എവിടുന്ന വിളിക്കുന്നേ? ഓക്കെ. അയ്യോ, അത് എവിടെയാ? എറണാകുളം ജില്ലയിൽ പറവൂരടുത്ത്, വടക്കം പറവൂരടുത്ത്. ടെലിവിഷന്റെ വോള്യൂം നന്നായി ഒന്ന് കുറയ്ക്കോ? കുറച്ചിട്ടേക്കാണല്ലോ. അല്ലല്ലോ, എനിക്ക് ഇവിടെ വരെ കേൾക്കാലോ. ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറയോ? 70. ശരി, 70-ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, മിസ്റ്റർ ജോസ് നോക്കിക്കോളൂ. 70 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, വി ആർ സോറി, 70-നുള്ളിൽ സ്വർണ്ണമില്ല. സാരില്ല. ദൈവമേ, ആണോ? കോള് കണക്ട് ആയിട്ടില്ല ഇതിനു മുൻപ്? അയ്യോ, അടിപൊളി, സോ നൈസ്. കണ്ടോ? അപ്പൊ വീണ്ടും വിളിക്കാം, അടുത്ത തവണ സ്വർണം കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.
ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിൽ ഒരു ചെറിയ ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. ലെറ്റ്സ് കം ബാക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക്. എന്തായാലും നമ്മുടെ ഈ പരിപാടി എത്ര നാളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഞായറാഴ്ചകൾ ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പോത്തി സ്വർണ്ണമഹൽ നമ്മളോടൊപ്പം ഉണ്ട്. ഒപ്പം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെയുണ്ട്. കാരണം നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ നെക്ലസും ഈ ഓർണമെൻറ്റ്സും ഒക്കെ പോത്തി സ്വർണ്ണമഹലിൻ്റെ തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ജ്വല്ലറി. ഇത് ശരിക്കും അവരുടെ വിക്ടോറിയൻ കളക്ഷൻസിലെ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ജ്വല്ലറിയാണ്. നോക്കൂ എന്ത് ഭംഗിയാണ്, നോക്കൂ ഇതിൻ്റെ കൂടെ. എന്ന് വെച്ചാൽ ഒട്ടും അങ്ങനെ ഒരു എടുത്ത് നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നന്നായി അങ്ങ് ചേരുന്നുണ്ട്. എന്നാൽ ഞാൻ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് ഡ്രസ്സ് ഇട്ടപ്പോൾ ഇറ്റ്സ് എ വെരി കാഷ്വൽ ഡ്രസ്സ്. പക്ഷേ ഇതിട്ടപ്പോൾ അത് കംപ്ലീറ്റ്ലി അങ്ങ് എലിവേറ്റഡ് ആയി. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ നെക്ലേസ്. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ബ്രേസ്ലെറ്റും ഇതുപോലെ കുറേ ഉണ്ട് നമ്മുടെ പോത്തി സ്വർണ്ണമഹലിൽ. ഒന്ന് പോകണം കേട്ടോ, സമയം കിട്ടുമ്പോൾ നിങ്ങൾ പോകണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേരത്തെ കോളർ വിളിച്ചിട്ട് പറഞ്ഞു 1 വർഷമായിട്ട് അവർ ശ്രമിക്കുകയാണ്, എന്നിട്ട് ഇന്നാണ് കിട്ടിയത്. ആ 1 വർഷമായിട്ട് ശ്രമിക്കാനുള്ളൊരു ക്ഷമയുണ്ടല്ലോ, അത് സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഇനി സ്വർണ്ണം കിട്ടും ഷുവർ. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ആരായിരുന്നു? ഓക്കെ, ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഇത് പ്രസന്ന. പ്രസന്ന എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഓക്കെ, എന്തൊക്കെയുണ്ട് പ്രസന്ന, വിശേഷങ്ങളൊക്കെ പറയൂ. ഇതാ അങ്ങനെ നല്ല വെയിലിപ്പോ 2 ദിവസമായിട്ട്. ആഹാ, നല്ല വെയിലാണല്ലേ. നല്ല ചൂടെടുക്കും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ് 10 കൊണ്ട് വിളിച്ചില്ലേ, ജയചന്ദ്രൻ. ഓ ശരിയാണല്ലോ, ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ സ്വർണത്തിന് വേണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണല്ലേ. അതെ അതെ. ഓക്കെ, അപ്പൊ എന്നാ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുന്നില്ല, എനിക്ക് എല്ലാ വിശേഷവും അറിയാം. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ പറയൂ. നമ്പർ 28. ഓക്കെ, പാലക്കാട് നിന്നും പ്രസന്ന ചേച്ചിക്ക് 28 സ്വർണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ, ചേച്ചിയെ തുറക്കാൻ പോവാണേ. നോക്കിക്കോ. അയ്യോ, 28 സ്വർണ്ണില്ല. ഇനിയിപ്പോ ആരല്ലേ വീട്ടിൽ ഓരോരുത്തരും സംസാരിക്കാൻ പറ്റുമല്ലോ. അതാണ്. അതെ, ഇനിയിപ്പോ വീട്ടിൽ ആരാ ഉള്ളത് വിളിക്കാൻ? ഇനിയിപ്പോ ആരാ ഉള്ളത്? ഭർത്താവ് വിളിച്ചു, ഭാര്യ വിളിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ ഞങ്ങൾക്ക്. അത് ശരി. ഓക്കെ, അപ്പൊ മകൻ അവൻ ദുബായിലാ. അയ്യോ, അപ്പൊ അവനെ വിളിക്കാൻ പറ്റില്ല, കഷ്ടമായി. ഓക്കെ, ശരി, അപ്പൊ സാരില്ല. എന്തായാലും 2 അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും കേട്ടോ. ഓക്കെ, ശരി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം സ്വർണം കിട്ടും. നോക്കിക്കോളൂ, എല്ലാവർക്കും സുഖമായിരിക്കണു, ഹസ്ബൻഡും മക്കളും എല്ലാവരും സുഖമായിരിക്കണം. ബൈ ബൈ. നല്ലൊരു ചേച്ചി കേട്ടോ, എന്ത് കാര്യമായിട്ടാ സംസാരിക്കണം വെച്ചാൽ സ്വർണ്ണമൊന്നും അല്ല. സ്വർണം കിട്ടിയാൽ സന്തോഷമാണ്, പക്ഷെ അതല്ല പ്രധാനം. എല്ലാ തവണ ഇങ്ങനെ വെറുതെ വിളിക്കണു, ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി സംസാരിക്കണു, അത് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ കേട്ടപ്പോൾ. എന്തായാലും അടുത്ത തവണ വീണ്ടും വിളിക്കൂ കേട്ടോ. ഓക്കെ, അടുത്ത കോളർ ആരായിട്ട് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശോഭ. നല്ല പേരാണല്ലോ ശോഭ. എൻ്റെ അമ്മയുടെ പേരാണ് ശോഭ. ശരി, എവിടുന്നാ വിളിക്കണേ ശോഭ? കട്ടായോ? ഇല്ല. എവിടുന്നാ വിളിക്കണേ ശോഭ? നാവായിക്കുളം. ഓക്കെ, ടെലിവിഷന്റെ വോള്യൂം കുറച്ച് വെക്കുക കേട്ടോ, ടെലിവിഷനിൽ ശ്രദ്ധിക്കല്ലേ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ശോഭ. 62. ശരി, ആരൊക്കെയാ ഉള്ളത് വീട്ടില് കൂടെ? വീട്ടില് മോനുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. ഓക്കെ, ശരി, അപ്പൊ അവരൊക്കെ TV കണ്ടോണ്ടിരിക്കുകയാണോ? 62 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ.
അയ്യോ, എല്ലാരും തലയിൽ കൈവച്ചു. 62-ലെ സ്വർണ്ണ ഇല്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്, മോന് വാട്സപ്പ് വഴി ഒന്ന് കിട്ടിയിട്ടുണ്ട്. അത് ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വാട്സാപ്പ് വഴിയും കിട്ടിയിട്ടുണ്ട്, ഇനി കോൾ വഴിയും കൂടെ കിട്ടും. ഇനി വിളിച്ചോണ്ടിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ. അപ്പോൾ വാട്സാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാത്ത. എന്നാലും 8086011443 8086011443 ലാലേട്ടിൻ്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ഓർമ്മ വരുന്നു നമ്പർ പറയുമ്പോൾ. അപ്പം എല്ലാവരും അതിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പിൽ ഒരു കാരണവശാലും കോള്, വീഡിയോ കോൾ ഇതൊന്നും ചെയ്യരുത്. ഒരു കാരണവശാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ വെറുതെ ടൈം കളയരുത്. 12:45 വരെയുള്ള മെസ്സേജസ് മാത്രമേ പരിഗണിക്കൂ. അത് കഴിഞ്ഞിട്ടൊന്നും മെസ്സേജ് അയച്ച് സമയം വെറുതെ കളയണ്ട. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കേ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അതിൽ എവിടുന്നാ വിളിക്കണേ? ട്രിവാൻഡ്രത്ത് എവിടെയാണ് അത്? ആഹാ, ഓക്കെ, ശരി, വട്ടിയൂർക്കാവ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. അതിൽ 1 മിനിറ്റ് 34 അല്ലേ? ഓക്കെ, 34ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ നോക്കിക്കോളൂ. 34 ഞാൻ തുറക്കാൻ പോവാണ്. ഹിയർ യു ഗോ. അയ്യോ, അതിലെ 34-നുള്ളിൽ സ്വർണം ഇല്ല. ശരി, അതിൽ എന്താ ചെയ്യണേ പറഞ്ഞില്ലല്ലോ. വാട്ട് ഡു യു ഡു? ഏത് ക്ലാസ്? കോളേജിലാണോ സ്കൂളിലാണോ? ഏതില്? 7th. ശരി, ഓക്കെ, ശരി ആദിൽ, താങ്ക് യു സോ മച്ച്, ബൈ. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആദിലിന് നല്ല വോയിസ് ആട്ടോ, ഒരു ബാസൊക്കെ ഉള്ള വോയിസ് ആണ്. 7ാം ക്ലാസ്സിലെ ഇത്രയും ബാസ് ആണെങ്കിൽ കോളേജിൽ എത്തുമ്പോൾ എന്തൊരു ബാസ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ആദിൽ. അപ്പോൾ എന്തായാലും ആദിൽ വിളിച്ച നമ്പറിലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അടുത്ത കോളർ ആരാണ് നോക്കേ. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അനിൽകുമാർ. അനിൽകുമാർ, എവിടുന്നാ വിളിക്കുന്നേ? ശരി, എന്ത് ചെയ്യുന്നു എന്ന് പറയൂ. ഹലോ, എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ സർ, എവിടെയാ വർക്ക് ചെയ്തോണ്ടിരുന്നേ? എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? എവിടുന്നാ റിട്ടയർ ആയേ? ബോക്സ് നമ്പർ 33. ഓക്കെ, ബോക്സ് നമ്പർ 33. ശരി, അപ്പൊ നമുക്ക് 33 തുറന്നു വെക്കാം. ഞാൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. 33 ഞാൻ തുറക്കാൻ പോവാ. സർ നോക്കിക്കോളൂ കേട്ടോ, സ്വർണം കിട്ടുമോ നോക്കാം. സ്വർണം ഉണ്ടാവുമോ? അയ്യോ, വെരി സോറി സർ, സ്വർണം ഇല്ല. വീണ്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ. ഒന്നും അറിയാൻ പറ്റിയില്ല കേട്ടോ. ഏത് ഓഫീസിലാണ്, എവിടെ നിന്നാണ് റിട്ടയർ ആയത് ഒന്നും അറിയാൻ പറ്റിയില്ല. കോൾ എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയില്ല ഞാൻ ചോദിച്ചപ്പോൾ. സാരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സർ വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശരത്ത്. ശരത്ത്, എവിടുന്നാ വിളിക്കുന്നേ? അങ്കമാലി. ഓക്കെ, അങ്കമാലിയുടെ പ്രധാനമന്ത്രി ആണോ ശരത്തെ? ശരി, ഒക്കെ പഴയ തമാശയായി അല്ലേ? എന്നാലും ഇപ്പം ഞങ്ങൾ ചിരിക്കും കേട്ടോ തമാശക്ക്. ശരി, അപ്പോൾ എന്തായാലും ശരത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഡ്രൈവറാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഓട്ടോ ഒന്നും ഇല്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. എവിടെയാണ്? ഹോസ്പിറ്റലോ? ശരി, ശരത്ത് ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 60 അല്ലേ? 60 അതോ 16? 16. ഓക്കെ ഓക്കെ ശരത്, ഞാൻ 16 തുറന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ ശരത്തെ, സോറി, സ്വർണ്ണം ഇല്ല. സാരമില്ല, ശരത് വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ. നല്ല ലാഗ് ഉണ്ടായിരുന്നു ശരത്തിലൂടെ സംസാരിക്കുമ്പോൾ. എന്താ അറിയില്ല, എനിക്ക് ടെലിവിഷനിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷെ അത് ക്ലാരിഫൈ ചെയ്യാൻ വീണ്ടും ടൈം പോകും കേട്ടോ. അതാ ചോദിക്കേണ്ടത്. പക്ഷെ നല്ല ചോയ്സ് ആയിരുന്നു കേട്ടോ. കാരണം ആ മുകളിലത്തെ റോ ആരും എടുത്തിട്ടില്ലായിരുന്നു. അതിലെ നടുക്കത്തെ നമ്പർ നല്ല ചോയ്സ് ആയിരുന്നു. പക്ഷെ സ്വർണ്ണം ഇല്ല. അടുത്ത കോളർ ആരാണ് നോക്കേ. ഹലോ,
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷീല. എവിടുന്ന വിളിക്കുന്നേ? ഷീല. ഷീല കൊല്ലം. ഓക്കെ, എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാ. അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ വീട്ടമ്മയുടെ ക്ഷീണം മുഴുവൻ ഉണ്ടല്ലോ ശബ്ദത്തിൽ. ജോലി ചെയ്ത് തളർന്നിരിക്കണോ? ജോലി തന്നെയാ, സന്തോഷം കൊണ്ട് ഓടിയെന്ന് വിളിച്ചു. ശരി, അപ്പൊ ജോലിയൊന്നും ഒതുങ്ങിയിട്ടില്ല. വീട്ടില് ആരൊക്കെ ഉണ്ട് വേറെ? ഇപ്പൊ ഞാനേ ഉള്ള ഒരു മോളുണ്ട്, ട്യൂഷന് പോയി. മോള് ട്യൂഷന് പോയി അല്ലേ? ഓക്കെ, മോള് സഹായിക്കോ ജോലിയിലൊക്കെ? ഇല്ല, കൊച്ചു കൊച്ച. ഓ ആ ശരി, അത് ശരി. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇന്നത്തെ ഊണൊക്കെ റെഡി ആയോ? ഊണിന്റെ വിശേഷമൊക്കെ പറയാം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അതിന്റെ ഇടയിൽ കൂടെ ഒരു സ്വർണം കിട്ടിയിട്ട് പോയി ബാക്കി നമുക്ക് റെഡിയാക്കാം അല്ലേ? അതാണ്. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. നമ്പർ പറയൂ. 35. ശരി, 35ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നോക്കാം. ഈ തളർന്ന് ക്ഷീണതയെ ഇരിക്കുന്ന വീട്ടമ്മയ്ക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊരു സ്വർണമുണ്ടോ നമുക്ക് നോക്കാം. 35 തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണില്ല. സാരില്ല, ജോലി നടക്കട്ടെ, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ കേട്ടോ. അയ്യോ, അപ്പോഴത്തേക്കും കട്ട് ചെയ്ത് പോയി. കാരണം അത്രയ്ക്ക് ജോലിയാണ്. അത് ആ ശബ്ദത്തിൽ തന്നെ അറിയാനുണ്ട് ക്ഷീണിച്ചു വന്ന് വിളിക്കുന്നേ. പിന്നെ ഒന്നും സംസാരിക്കാൻ സമയമില്ല. സ്വർണ്ണം ഉണ്ടോ? ഇല്ല. ആ ശരി, വെച്ചിട്ട് അടുത്ത ജോലി നോക്കി പോയി. അപ്പോൾ വീണ്ടും വിളിക്കാട്ടോ. അടുത്ത കോളർ ആരാണെന്ന് നോക്കേ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറയാമോ? പറയില്ലേ? പേര് പറയാമോ? ഹലോ. ഹലോ. ആ ഹായ്, പേര് പറയാമോ? രഞ്ജിത. എവിടുന്ന വിളിക്കണേ? രഞ്ജിത, എറണാകുളം. ശരി, എന്തൊക്കെയാണ് രഞ്ജിത ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യണേ? ഞായറാഴ്ച പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ രഞ്ജിത? ഇല്ല. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 57. ഓക്കെ, 57ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. രഞ്ജിത പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടില്ല, ഭാഷയാണ്. ഓക്കെ, അപ്പൊ 57 ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. തുറന്നു നോക്കാൻ പോന്നു. അയ്യോ, 57 സ്വർണമില്ല. ഇന്ന് നമുക്ക് ഇതുവരെ ആർക്കും സ്വർണം കൊടുക്കാൻ പറ്റിയിട്ടില്ല രഞ്ജിത. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രാവശ്യം വിളിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇത്ര നേരമായിട്ട് ഒരാൾക്ക് കൂടി നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വിളിക്കുന്നവർക്കൊക്കെ ഭയങ്കര ചാൻസ് ആണ്. കാരണം ആ തുറന്നിരിക്കുന്നത് ഇനി വളരെ കുറച്ച് ബോക്സസേ തുറന്നിരിക്കുന്നുള്ളൂ. കാരണം കൂടുതൽ ബോക്സ് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരികയാണെങ്കിലോ. അപ്പോൾ പിന്നെ ആ തുറന്നിരിക്കുന്ന ബോക്സസിനകത്ത് നമ്മുടെ ഇന്നത്തെ സ്വർണം മുഴുവനുണ്ട്. അപ്പം ഇനി വിളിക്കുന്ന നമ്പർ കറക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ സ്വർണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശൈലജ. ശരി, എവിടുന്നാ വിളിക്കണേ? ടെലിവിഷന്റെ വോളിയം കുറയ്ക്കൂ. ടെലിവിഷനിൽ ശ്രദ്ധിക്കാതെ. നമ്പർ പറയാമോ? നമ്പർ പറയൂ ശൈലജ. 65. ശരി, 65ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നമ്മുടെ ശൈലജയ്ക്ക് കൊടുക്കാൻ നോക്കട്ടെ. 65 ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. ഓക്കെ, നോക്കിക്കോളൂ. സോറി ശൈലജ, സോറി എന്നാണ് പറയണേ, സ്വർണ്ണം ഇല്ല. ഓക്കെ, അപ്പോൾ വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ വിളിച്ച ആർക്കും തന്നെ നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഇന്ന് നമ്മളെ കുട്ടികളാരും വിളിക്കുന്നില്ല. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ കുട്ടികൾ, സാധാരണ നമ്മൾ കുട്ടികൾ ഒരുപാട് വിളിക്കുന്നതാണ് നമ്മുടെ പരിപാടിയിലേക്ക്. പക്ഷേ ഇന്ന് കുട്ടികളാരും വിളിക്കണില്ല. വിളിക്കൂ, കുഞ്ഞു മക്കളെ വിളിക്കൂ. നിങ്ങളുടെ വിദ്യാരംഭ വിശേഷങ്ങളൊക്കെ അറിയണം. പിന്നെ അതേപോലെ എന്താ പറയുക, പാട്ടൊക്കെ പാടിക്കണം അല്ലേ? ശരി, അടുത്ത കോളർ ആരാണ് നോക്കേ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിനോദ്. എവിടുന്നാ വിളിക്കണേ വിനോദ്? ഞാൻ ശ്രീകാര്യം. അത് ശരി. ഓക്കെ വിനോദ്, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നോ? ഓക്കെ, എന്താ ചെയ്യുന്നേ? എവിടെയാ വർക്ക് ചെയ്യുന്നേ? വെൽഡിങ്ങിന്റെ വർക്കാണ്. ഓക്കെ, നല്ല സൗണ്ട് ആണല്ലോ വിനോദ്. ഒരു പാട്ട് പാടുന്നോ? ഇല്ല, പാടാൻ അറിയില്ല. ശരി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മക്കൾ ആരെങ്കിലും ഉണ്ടോ? പഠിച്ചോണ്ടിരിക്കുക. ഓക്കെ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ.
17. ഓക്കെ, 17ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ വിനോദിന് അറിയാലോ, കുറച്ച് മുൻപ് വിളിച്ച ആള് 16 പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ വിനോദ് പറഞ്ഞിരിക്കുന്നത് 17 നമ്മൾ 17 ഒന്ന് തുറന്നു നോക്കാം. 17 സ്വർണ്ണം ഉണ്ടോ നോക്കാം. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കൺഗ്രാറ്റുലേഷൻസ് വിനോദ്. ഷോ, എനിക്ക് വയ്യ, ഇത് ഇത്ര സന്തോഷം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്വർണ്ണമാണ് വിനോദ്. ഞങ്ങൾക്കും അതെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്നത്തെ ആദ്യത്തെ സ്വർണം വിനോദിന് ആണ് സാധിച്ചത്. എന്തായാലും അതിനു മുൻപ് 16 പറഞ്ഞ ആൾക്കാർക്കും ഏറ്റവും ഹൃദയം എന്താ പറയുക തകർന്നിരിക്കുകയായിരിക്കും ആള്. ഞാൻ എന്തുകൊണ്ട് 17 പറഞ്ഞില്ല. അപ്പൊ എന്തായാലും വിനോദ്, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. ബൈ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരുഭൂമി പോലെ ഇരുന്ന ഒരു സ്ഥലത്തിൽ പെട്ടെന്ന് വെള്ളം വന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. ഭയങ്കര ഒരു പച്ചപ്പ് കണ്ട ഒരു അവസ്ഥ. ഭയങ്കര സന്തോഷവും ഉണർവൊക്കെ തോന്നും കേട്ടോ. 17 സ്വർണ്ണം ഉണ്ടായിരുന്നു. 16 പറഞ്ഞത് ആരാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. പക്ഷെ ആരാണെങ്കിലും ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അടുത്ത പ്രാവശ്യം വിളിച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, ശരി. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്വർണം വിനോദിനായിരുന്നു. 17ന്റെ ഉള്ളിലാണ് സ്വർണ്ണം ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും നോക്കി വെക്കുക നമ്പർ. 17ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ശരി, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അരുണ. അഹന്ന. അരുണ. ഓ, അരുണ. ഓക്കെ, അരുണ എവിടെന്നാ വിളിക്കണേ? പാലക്കാട്. ഓ, ഇന്ന് പാലക്കാട് നിന്ന് കുറേ പേര് നമ്മൾ വിളിക്കാറുണ്ട് സാധാരണ. എങ്കിലും ഇന്ന് അടുപ്പിച്ച് കുറേ പേര് വിളിക്കണ്ടായിരുന്നു. ശരി, അരുണ എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, മോൻ, ഹസ്ബൻഡ്, ചേച്ചി, ഹസ്ബൻഡ്. കൂട്ടുകുടുംബമാണ് എല്ലാവരും. ആഹാ, അത് ശരി. എന്താണ് ഒരു മോളാ ഉള്ളത്? ഒരു മോനാണ് ഉള്ളത്. മോനെ ഏത് ക്ലാസ്സിലാ? 5th സ്റ്റാൻഡേർഡില്. 6ാം ക്ലാസ്സിലാണ്. അപ്പൊ എല്ലാവരുടെയും കൂടെ ലാളന കിട്ടുന്ന ആളായിരിക്കും അല്ലേ? അതെ. എല്ലാവരും കൂടെ ലാളിച്ച് വഷളാക്കുവാണ് അല്ലേ? ശരി, അപ്പം എന്താണ് മോനുണ്ടോ അവിടെ? ഇല്ല, മോൻ ഒരു കോമ്പറ്റീഷന് വേണ്ടി പോയിരിക്കുക. അത് ശരി. മുംബൈയിലാണ്. ഓ, അത് ശരി. എന്ത് കോമ്പറ്റീഷൻ അത്? സ്കേറ്റിംഗിന്റെ ഒരു കോമ്പറ്റീഷൻ. സ്കേറ്റിംഗ്. ഓ, ആള് സ്കേറ്റിംഗ് നാഷണൽ ലെവലിലൊക്കെ പോവാറുണ്ട്. അതെ. ഓ, വെരി ഗുഡ്. എന്താ മോന്റെ പേര്? ക്രിസ്റ്റി. എന്താ? ക്രിസ്റ്റി. പൃഥ്വി. കൃഷി. പൃഥ്വി. ക്രിസ്റ്റി എന്നാണോ? PRICHVI. പൃഥ്വി. ഓക്കെ, പൃഥ്വി. ഓ, വെരി നൈസ്. ഞാൻ കുറച്ചുമേ പറഞ്ഞുള്ളൂ പൃഥ്വിരാജ്. പൃഥ്വി എന്നൊരു പേരിനൊരു ഗാംഭീര്യത്വം ഉണ്ടെന്നൊക്കെ. അപ്പൊ പൃഥ്വിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. അഭിമാനത്തോടെ തിരിച്ചു വരാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 25. ഓക്കെ, 25ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണ നാണയം ഇല്ലല്ലോ. അത് സാരില്ല. മോനിപ്പോ സ്വർണം കൊണ്ട് വരില്ലേ മുംബൈന്ന്? അത് മതി അല്ലേ? അതാണ്. ഓക്കെ, ഇനി സ്വർണം കൊണ്ട് വന്നില്ലെങ്കിൽ പോലും മോനാണല്ലോ ട്രഷർ അല്ലേ? അത്രേ ഉള്ളൂ. ശരി, അപ്പൊ താങ്ക് യു. അടുത്ത പ്രാവശ്യം വിളിക്കാം. ഓക്കെ, അല്ല, അടുത്ത പ്രാവശ്യം വിളിക്കണേ. ബൈ. താങ്ക് യു. ശരിക്കും കേട്ടോ, വെരി നൈസ്. പൃഥ്വിക്ക് എല്ലാവിധ ആശംസകളും. കുട്ടികളുടെ ഇത്തരത്തിലുള്ള ടാലൻ്റ് ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസ് ആണല്ലോ നിങ്ങൾ. അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. കുറേ പേരൻസ് ഉണ്ട്, അവർ വിചാരിക്കും വേണ്ട പഠിച്ചാൽ മതി, ഇതിനൊന്നും കൊണ്ട് നടക്കാൻ വയ്യ. ഇപ്പോൾ ബോംബെയിൽ മോൻ പോയതും ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ, നമ്മൾ കൂടെ പോകണ്ടേ. അപ്പം ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കും ഈസി അല്ല. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, കുഴപ്പമില്ല, പഠിച്ചെങ്ങനെയെങ്കിലും നല്ല ജോലി കിട്ടിയാൽ മതി, ബാക്കി കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. കുട്ടികളുടെ ഓവറോൾ ഈ വളർച്ച എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കും. അവർ നല്ല കോൺഫിഡൻ്റ് ആയി വരും. സോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസ് പേരൻസ് നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇടണം. എന്നാൽ മാത്രമേ അവർ പല കാര്യങ്ങളിലും ഉയർന്നു വരുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ. രാജേന്ദ്രൻ. എവിടുന്നാ വിളിക്കണേ? പാറശാല അല്ലേ? ശരി, ഓക്കെ. ശരി, രാജേന്ദ്രൻ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 40. ഓക്കെ, എന്താണ് ഇത്രയും ആലോചിച്ചിട്ട് 40ൽ വന്നെത്താനുള്ള കാരണം എന്താണ്? ശരി, ഇല്ലാന്ന് തീരുമാനിച്ചു. 40 സ്വർണ്ണം കാണില്ല എന്ന്. അപ്പം 40 തുറന്നു നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ.
ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ ശരിയാട്ടോ, അതിൽ സ്വർണ്ണം ഇല്ല. ശരി, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് പാറശാലയിൽ നിന്നും രാജേന്ദ്രനാണെന്ന് തോന്നുന്നു കേട്ടോ പേര്. എന്താണെന്നറിയോ, നമ്മൾ അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് പേര് ഓർമ്മ വരും, പക്ഷെ ഒരുപാട് കോൾസ് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് നമ്മൾ രാജേന്ദ്രൻ ആരാണ്, പിന്നെ ജയചന്ദ്രൻ ആരാണ്, നമ്മൾ ഇടയ്ക്ക് ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഇന്ന് ഒരാൾക്കാണ് സ്വർണം പോയത്. അടുത്ത കോളറിനെ കിട്ടുമോ നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജി. എവിടുന്ന് വിളിക്കണേ രാജി? രാജി, ഞാൻ ആലപ്പുഴ ജില്ല ചെങ്ങന്നൂരിൽ നിന്ന്. ചെങ്ങന്നൂരാണ് അല്ലേ? ആ, ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെയാണ് രാജി, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഏതോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഞാൻ മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പൊ എന്നാ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഹസ്ബൻഡിനോടും കൂടെ ചോദിച്ചിട്ട് ഒരു നമ്പർ പറഞ്ഞോളൂ. അപ്പൊ സ്വർണ്ണം ഇല്ലെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താൻ. 13. എന്താണ് 13ന്റെ പ്രത്യേകത? എന്താണ്? പ്രത്യേകതയൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ്. ശരി, അപ്പൊ 13 സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ, കാണാലോ അല്ലേ? തുറക്കാൻ പോവാണേ. ഓക്കെ. അയ്യോ, 13ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. അത് സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച് രാജി. ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് രാജിയാണ്. രാജി നമ്പർ 13 പറഞ്ഞത് കേട്ടോ. അപ്പോൾ 13ന്റെ ഉള്ളിലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ സ്വർണം പോയത് 17 കേട്ടോ. 17 ഒരു സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇനി ബാക്കി സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട് ഈ തുറന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതോ ഒരു നമ്പറിൽ. ഓക്കെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ നമ്പർ ആയിരിക്കും നിങ്ങൾ പറയുക. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, പേര് പറയൂ. ഹലോ, നമ്പർ പറയൂ. ജോർജ്. ഓക്കെ, ജോർജ് അല്ലേ? അതെ. ശരി, നമ്പർ പറയൂ ജോർജ്. 67. ശരി, ജോർജ് പറഞ്ഞത് 67 സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ജോർജ് ടെലിവിഷന്റെ വോളിയം ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 67 സ്വർണ്ണം ഉണ്ടോ നോക്കാമേ. ജോർജ് നോക്കിക്കോളൂ. ഓ, ഐ എം സോ സോറി ജോർജ്, സ്വർണ്ണില്ല. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ജോർജ്. ചില സിനിമകളിലെ ചില കഥാപാത്രങ്ങളുടെ ആ പേര് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാവും. അതുപോലെയാണ് ഈ ജോർജ് എന്ന് പറയുന്നത്. തുടരും എന്ന സിനിമയിലെ വില്ലൻ ജോർജ് സാർ നമുക്ക് മറക്കാനാവില്ല കേട്ടോ. ഹലോ എന്ന് പറഞ്ഞ് വരുന്ന ആ ജോർജിനെ, ശരിക്കും പറഞ്ഞാൽ തുടരും കണ്ടിട്ട് കുറേ നാളായി, എങ്കിലും ഇപ്പോൾ ജോർജ് നേടുമ്പോൾ എനിക്ക് പെട്ടത് ജോർജിനെയാണ് ഓർമ്മ. അതാണ് ആ കഥാപാത്രത്തെ എത്ര ഭംഗിയായി അവതരിപ്പിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ശരി, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാമേ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. കത്രീന. എവിടുന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. ജസ്ലീന എന്നാണോ പേര്? ജസ്ലീന. ഞാൻ കത്രീന എന്നാണ് കേട്ടത്. ഓക്കെ, സോ ജസ്ലീന, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 63. ഓക്കെ, ജസ്ലീന എന്താ ചെയ്യുന്നേ? ശരി, 63 ഞാൻ തുറക്കാൻ പോവാണ്. ജസ്ലീന നോക്കിക്കോളൂ. ഓക്കെ. അയ്യോ ജസ്ലീന, സോറി, സ്വർണ്ണം ഇല്ല. ജസ്ലീന കോൾ കട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടല്ലോ അല്ലേ ജസ്ലീന, സ്വർണ്ണം ഇല്ല എന്ന് വെച്ച് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു കണക്ഷൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? ഒരു പാട്ടൊക്കെ പാടി, ഒരു തമാശയൊക്കെ പറഞ്ഞ്. എല്ലാ സ്വർണം വെച്ചിട്ട് മാത്രം നമ്മൾ വിളിക്കാൻ പാടില്ലല്ലോ അല്ലേ? ശരി, അപ്പോൾ നമ്മൾ അടുത്ത കോളർ കണക്ട് ആവുകയാണ്. ആരാണ് നമുക്ക് നോക്കാമേ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഹല്യ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? +1. ഓക്കെ, എവിടുന്നാ വിളിക്കണേ? സ്ഥലം പറയൂ. നെയ്യാറ്റിൻകര എന്നാണ്. ഓക്കെ, അഹല്യ, എന്താണ് പഠിത്തത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ് അഹല്യക്ക്? ബയോളജി. ശരി, അഹല്യ എങ്ങനെയാ വീട്ടില് പാചകമൊക്കെ ചെയ്യോ? ചെയ്യും. എന്താണ് ഏറ്റവും ഇഷ്ടം? പാചകം ചെയ്യാനും കഴിക്കാനും ഇഷ്ടമുള്ള ഒരു ആഹാരം ഏതാന്ന് പറയോ?
കേക്ക് ഉണ്ടാക്കും അല്ലേ? ശരി, ഓക്കെ. അപ്പൊ അഹല്യ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 41. ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അഹല്യ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മ, അച്ഛൻ, ചേച്ചി. ശരി, അവരെല്ലാരും ടെലിവിഷന് മുൻപിൽ ഇരിക്കുകയാണോ? അതെ. അതല്ലേ, ഓക്കെ. അപ്പൊ എല്ലാവരോടും ശ്രദ്ധിച്ച് നോക്കിക്കോളാൻ പറയൂ. 41 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ അഹല്യ. കൺഗ്രാറ്റുലേഷൻസ് അഹല്യ. അയ്യോ ദൈവമേ, എനിക്ക് വയ്യ. അഹല്യ, എങ്ങനെയാണ് ഈ 41 നമ്പർ പറയാൻ കാരണം? ആരെങ്കിലും പറഞ്ഞു തന്ന നമ്പറാണോ? അമ്മ പറഞ്ഞ നമ്പറാണ് അല്ലേ? ശരി, അപ്പൊ അമ്മയ്ക്ക് ഇന്ന് ട്രീറ്റ്. ഇന്ന് അമ്മയുടെ അടുത്ത് പറയും ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് എല്ലാം സ്വിഗ്ഗി ചെയ്യാമെന്ന് പറയണം കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം സെലിബ്രേറ്റ് യുവർ സൺഡേ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ അഹല്യ, താങ്ക് യു, ബൈ. അങ്ങനെ അഹല്യക്ക് 41 ഉള്ളിൽ സ്വർണമുണ്ട്. ഓക്കെ, ശരിക്കും ഇന്ന് 2 സ്വർണ്ണമാണ് അപ്പോൾ നമുക്ക് പോയിട്ടുള്ളത്. ഒന്ന് 17 ഒന്ന് 41 ആയിരുന്നു. 2 പേർക്ക് സ്വർണം കിട്ടി. എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് കുറവാണ് വിളിക്കണേന്ന്. അപ്പോൾ ഇത് അഹല്യയും കൂടി വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പാട്ടും കൂടെ പാടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നി ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ട്രെൻഡ് തുടങ്ങിയത് കൊറോണ സമയത്താണ്. അങ്ങനെ കുക്കറിൽ കേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അത് ഈ ബോർബോൺ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ഞാനും ഒക്കെ തുടങ്ങിയത് കേട്ടോ, കേക്ക് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കേക്കിനോടുള്ളൊരു ഇഷ്ടം കാരണം പിന്നെയാണ് അതിങ്ങനെ വർദ്ധിച്ച് വന്നത്. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു. അഹല്യയും ഒരു കൊറോണ കേക്ക് വിദഗ്ധയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ് അഹല്യ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറയൂ. ഹലോ, പേര് പറയാമോ? ഇബ്രാഹിം. കുഞ്ഞു വാവ കരയുന്നുണ്ടല്ലോ അവിടെ അല്ലേ? ഇബ്രാഹിമിന്റെ വാവയാണോ? അത് ശരി. വാവ എന്താ? വാവയുടെ പേരെന്താ? ഉനൈസ്. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഇബ്രാഹിം. 51. ശരി, 51 ഉള്ളിൽ സ്വർണമുണ്ടോ ഇബ്രാഹിം? നമുക്ക് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ ഇബ്രാഹിം, സ്വർണ്ണം ഇല്ലല്ലോ. ഇനിയിപ്പോൾ വാവ കൂടുതൽ കരയൂല്ലോ. ശരി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഇബ്രാഹിം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇബ്രാഹിം നമ്പർ പറഞ്ഞിട്ട് കട്ട് ചെയ്തു, കാരണം അത്രയും ബഹളമാണ്. ബാക്കിൽ വാവ നന്നായിട്ട് കരയുന്നുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ഇബ്രാഹിം താങ്ക്സ് ഫോർ കോളിംഗ്. എന്തായാലും ഇതോടുകൂടി നമുക്ക് ഇനി ഒരു ബ്രേക്കും കൂടി എടുക്കാനുള്ള സമയമാണ്. ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരും. പക്ഷേ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടവർ ഇപ്പോൾ നിങ്ങൾ നിർത്തേണ്ടതാണ്. ഇനി അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ പാടില്ല, കാരണം സമയം കഴിഞ്ഞിരിക്കുകയാണ്. വാട്സാപ്പിൻ്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ നിമിഷം മുതൽ അയക്കുന്ന മെസ്സേജസ് നമുക്ക് നോക്കാൻ സാധിക്കില്ല, നമ്മളത് നോക്കില്ല. അതുകൊണ്ട് അയക്കാതിരിക്കുക ദയവ് ചെയ്ത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും 2 പേർക്കാണ് സ്വർണം കിട്ടിയത്. ഓക്കെ, വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടവർ ഇനി നമ്മൾ എടുക്കില്ല, അതുകൊണ്ട് മെസ്സേജ് അയക്കേണ്ട. നമ്മൾ ഇനി അങ്ങോട്ട് വാട്സാപ്പിൽ വന്നിട്ടുള്ളവരിൽ നിന്നും വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ആരൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും
അപ്പോൾ അടുത്തത് എന്തായാലും നമുക്ക് ഇനിയും കോൾസിലേക്ക് തന്നെ കിടക്കാം. പക്ഷേ വാട്സാപ്പിലേക്ക് അയക്കേണ്ടവർ ഇനി അങ്ങോട്ട് മെസ്സേജ് അയക്കാതിരിക്കുക. ഓക്കെ, സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള എനിക്കൊന്ന് നമ്മളൊരു എപ്പിസോഡിലൊരു 30-25-30 കോൾസ്, മാക്സിമം 30 കോളായിരിക്കും എടുക്കുക. അപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 10-20-22 കോൾസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മുടെ 17-ലും 41-ലുമായിരുന്നു സ്വർണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർണമെൻറ്റ്സും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കളക്ഷൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. പോത്തി സ്വർണ്ണമഹലിലാണ് കേട്ടോ, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പോത്തി സ്വർണ്ണമഹലിലെ ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക. കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ കളക്ഷൻസ് ഒന്നും നമുക്ക് എല്ലായിടത്തും കിട്ടില്ല. ഇത് അവരുടെ സ്പെഷ്യൽ വിക്ടോറിയൻ കളക്ഷൻസിനകത്തു നിന്നുള്ള സ്വർണ്ണമാണ്. പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. നോക്കൂ, ആൻഡ് ദിസ് ബ്രേസ്ലെറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഗുണം എന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടെ പോകും. ഇപ്പോൾ ഞാൻ ഈ ഡ്രസ്സിന് പകരം ഒരു സാരി എടുത്തിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെയാണല്ലോ നന്നായിട്ട് എലിവേറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാമേ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് മനോജ്, തിരുവല്ലായി. ആഹാ, തിരുവല്ലയിൽ നിന്ന് മനോജ്. തിരുവല്ലയിൽ എവിടെയാണ് മനോജ്? തിരുവല്ല കുറ്റൂര്. കുറ്റൂർ. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പം ആരൊക്കെയുള്ളത് വീട്ടിൽ? ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ? വീട്ടിൽ അമ്മ, 2 പിള്ളേര്, വൈഫ്. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ഉണ്ട്. നമുക്ക് ഏതാണ്, നമുക്ക് ഇന്ന് ഭാഗ്യമുണ്ടോ നോക്കാം. ഏതാണ് നമ്പർ എന്ന് പറയൂ. 21. ശരി, 21-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. 21 നമുക്ക് തുറന്നു നോക്കാം. നോക്കിക്കോളൂ. ഓക്കെ. അയ്യോ, സ്വർണ്ണം ഇല്ല. അയ്യോ, സാരില്ല, വിഷമിക്കണ്ട. 21-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. എന്തായാലും ഇനി വീണ്ടും വിളിക്കുക. ഓക്കെ, ഇന്നിപ്പോൾ സമയം കിട്ടുന്നുണ്ടാവില്ല, അടുത്ത പ്രാവശ്യം വിളിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത്, പേര് ഞാൻ മറന്നുപോയി. മനോജാണ് വിളിച്ചത്, തിരുവല്ലായിരുന്നത്. ഓക്കെ, ശരി. അപ്പം മനോജ് വിളിച്ചു. 21 ആണ് പറഞ്ഞത്. 21-നുള്ളിലും സ്വർണ്ണമില്ല. ഓക്കെ, അത് സാരമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു വർഷത്തോളം വിളിച്ചിട്ട് കോള് പോലും കണക്റ്റ് ആവാത്ത ആൾക്ക് ഇന്ന് കോള് കണക്റ്റായി. ആൻഡ് ഹി വാസ് സോ ഹാപ്പി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണം കിട്ടിയില്ലെങ്കിലും വിളിച്ച് കിട്ടിയല്ലോ എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. ഞാൻ പണ്ട് ഇതേപോലെ വിളിച്ചിട്ടുണ്ട്. ACVയിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ വീണയായിരുന്നു ആങ്കർ ചെയ്തത്. എന്നിട്ട് നമുക്കിവിടെ തിരുവനന്തപുരത്ത് നർമ്മദ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. ഇപ്പോഴും ഉണ്ട് നർമ്മദ. അപ്പോൾ അവരുടെ എന്തോ സ്പോൺസർഷിപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ വിളിച്ചിട്ട് കോള് കണക്റ്റ് ആയപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട, കോള് കണക്ട് ചെയ്തതിന് വലിയ. അന്ന് ഞാൻ ആങ്കറിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സന്തോഷം എനിക്കിപ്പോഴും അറിയാം. നമ്മൾ വിളിച്ച് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത കോളർ. ഓക്കെ, ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഖിൽ. എവിടുന്നാ വിളിക്കണ അഖിൽ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ്? പാപ്പനംകോട്. ഓക്കെ. എങ്ങനെയാ നമ്മുടെ പാപ്പനംകോട് കോളേജിനൊക്കെ അടുത്താണോ? അമൃത വിദ്യാലയ സ്കൂൾ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എന്താണ് വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഇന്ന് ഞായറാഴ്ച എന്താണ് ഊണിന് സ്പെഷ്യൽ ഐറ്റം? എന്താണ് വീട്ടില്? അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാർ. അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാർ. അപ്പൊ അമ്മ എങ്ങനെയാ അടുക്കളയിലാണോ? ഇല്ല, TV കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഊണൊക്കെ റെഡി ആക്കി വെച്ച് ഇങ്ങനെ TV കാണുകയാണ് അല്ലേ? ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 23. ഓക്കെ, 23-ക്കുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഞാൻ തുറക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അയ്യോ, അത്ര ശ്രദ്ധിച്ച് നോക്കണ്ടായിരുന്നു ഒന്ന്. സോറി, സ്വർണ്ണം ഇല്ല കേട്ടോ. ഓക്കെ, സാരില്ല. വീണ്ടും വിളിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അപ്പോൾ നമുക്ക് വിളിച്ച് 21-ഉം 23-ഉം ഒക്കെ പോയിട്ടുണ്ട്. അതിലൊന്ന് സ്വർണ്ണം 20കളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്കറിയില്ല. 22, 24, 26, 27 ആ തുറന്നിരിക്കുന്നതിലുണ്ടോ എന്ന് അറിയില്ല. ഇതുവരെ 20-ൽ വിളിച്ചവർക്ക് സ്വർണ്ണം കിട്ടിയിട്ടില്ല. ശരി, അപ്പം നമ്മുടെ അടുത്ത കോളർ ഇങ്ങനെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അടുത്ത കോളർക്ക് ഭാഗ്യമുണ്ടോ? അവസാന നിമിഷമൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും സ്വർണ്ണം അടിക്കും. നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാധിക. ടെലിവിഷന്റെ വോളിയം ഒന്ന് പെട്ടെന്ന് പോയി കുറയ്ക്കാമോ? രാധിക. ഓക്കെ, രാധിക എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നേ രാധിക?
ഹൗസ് വൈഫാണ്. ഓക്കേ, ശരി. എങ്ങനെയാ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, 2 കുട്ടികള്. ശരി ശരി, ഓക്കെ. അപ്പൊ എന്താ രാധിക വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാറ്? വാട്ട് ഈസ് യുവർ ഹോബി? സമയം കിട്ടാറില്ല, എന്നാലും ചിത്രം വരയ്ക്കും. ചിത്രം വരയ്ക്കും. ഓ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഏതാണ്? 38. നല്ലോണം ആലോചിച്ചിട്ടാണ് 38 പറഞ്ഞിരിക്കുന്നത്. ആരാണ് അവസാനം 38 മതി എന്ന് തീരുമാനിച്ചേ? ആരാണ് 38 നമ്പർ മതി എന്ന് തീരുമാനിച്ചതാണ്? സ്വന്തമായി മോളുണ്ട്. ശരി, ഓക്കെ. അപ്പൊ 38-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ 38. അയ്യോ, സ്വർണ്ണില്ല, സോറി ട്ടോ. ഓക്കെ, അപ്പൊ ഇനി സമയം കണ്ടെത്തുക, ചിത്രമൊക്കെ വരയ്ക്കുക. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റ് കോളായിരുന്നു ഇന്നത്തെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അവസാന നിമിഷത്തേക്ക് എത്താണ്. പിന്നെ വാട്സാപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വിന്നർ നമുക്കുണ്ട്. ഓക്കെ, ആരാണ് വിന്നർ നമുക്ക് നോക്കാം. ഓക്കെ, ജെസ്സി ആണ്. ജെസ്ലി. ഓക്കെ, സോ ജെസ്ലി പറഞ്ഞ നമ്പർ വാട്സാപ്പിൽ 58 ആണ്. ഓക്കെ, ജെസ്ലിയുടെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രത്തിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജെസ്ലി തിരുവനന്തപുരത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലിരുന്ന് ഒരു മെസ്സേജ് അയച്ച് സ്വർണം കിട്ടിയ വീരത്തിയാണ്. ഓക്കെ, അപ്പോൾ ജെസ്ലി 58 ആണ് പറഞ്ഞത്. 58-ൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നോക്കാം. ജെസ്ലി, ഓൾ ഐസ് ഓൺ ദി സ്ക്രീൻ. കോൺഗ്രാറ്റുലേഷൻസ് ജെസ്ലി. അയ്യോ, ഇതിപ്പോ ഒരു ഭാഗ്യം വേറെ വേണോ? നോക്കൂ, നിങ്ങൾ 55 അങ്ങോട്ട് നോക്കൂ. 56, 57, 59, 60 ഇത്രയും പറഞ്ഞു. പക്ഷെ 58 പറഞ്ഞത് ജെസ്ലി മാത്രമാണ്. അങ്ങനെ ജെസ്ലിക്കായിരുന്നു ഇന്ന് ആ സ്വർണം വിധിച്ചത്. ശരിക്കും ഇതൊക്കെ ഒരു ഭയങ്കര രസമുള്ളൊരു കളിയാണ് കേട്ടോ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ഭാഗ്യം എന്ന് തന്നെ പറയാം. സോ എന്തായാലും മെസ്സേജ് അയച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു ജെസ്ലി ആൻഡ് കോൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ 3 പേർക്ക് സ്വർണം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വളരെ സന്തോഷമുള്ള നല്ലൊരു എപ്പിസോഡായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ് ഫ്രം പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണവർഷം. ciao. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.